അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നായി എടുത്തു പറഞ്ഞതിന് ശേഷം ഇന്ന് ഭൂമിയുടെ മുക്കാൽ ഭാഗവും പരന്നു കിടക്കുന്ന വലിയ സമുദ്രങ്ങൾ, ആ സമുദ്രങ്ങളിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഈ ആയത്തിൽ അള്ളാഹു സംസാരിക്കുന്നത്. മനുഷ്യർക്ക് ഭക്ഷണത്തിനായി സമുദ്രത്തിൽ അള്ളാഹു വിളയിച്ച് വളർത്തി വരുന്ന കണക്കറ്റ മത്സ്യവിളകളെപ്പറ്റിയാണ് ലഹ്മൻ തരിയൻ, പുതിയ മാംസം എന്ന് പറഞ്ഞത്. വേഗത്തിൽ മനുഷ്യന് ഉപയോഗിക്കാവുന്നതും സുഖകരമായതും ലഘുത്വം കൂടിയതുമായ ആഹാരമാണ് മത്സ്യ മാംസം. ആഭരണ പദാർത്ഥങ്ങൾ കൊണ്ടുദ്ദേശിക്കുന്നത് മുത്ത്, പവിഴം, ചിപ്പി തുടങ്ങിയ രത്നവിഭവങ്ങളാണ്. ഇന്നത്തെ പോലെ പരിഷ്കൃതങ്ങളായ യന്ത്രസാമഗ്രികളും ജലവാഹനങ്ങളൊന്നുമില്ലാത്ത മുൻകാലം മുതൽക്ക് തന്നെ സമുദ്രത്തിൽ അള്ളാഹു നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളും രത്നസമ്പത്തുക്കളും മനുഷ്യൻ ഉപയോഗപ്പെടുത്തി പോകുന്നുണ്ട്. കൂടാതെ കണ്ണെത്താത്ത, ആഴം കാണാത്ത സമുദ്രം ജലത്തെയും മലകൾ കണക്കിലുള്ള തിരമാലകളെയും ശക്തിയായി ആഞ്ഞടിക്കുന്ന കാറ്റുകളെയും ഇടവും വലവുമാക്കി പിളർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു പെയ്യുന്ന കപ്പൽ വഴി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്കും ഒരു വൻകരയിൽ നിന്ന് മറ്റൊരു വൻകരയിലേക്കും വിവിധ ആവശ്യാർത്ഥം മനുഷ്യൻ സദാ വന്നും പോയും കൊണ്ടിരിക്കുന്നു. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽ ആരംഭിച്ച ഈ കപ്പലേർപ്പാട് അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം സജ്ജമാക്കി തരികയും അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കിത്തരികയും ചെയ്തതിൻ്റെ പേരിൽ മനുഷ്യർ എപ്പോഴും അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് ഈ വാക്യത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.